കണ്ണൂരിൽ യുവാവ് വെടിയേറ്റ് മരിച്ചു. വെള്ളാറ സ്വദേശി സിജോ ആണ് മരിച്ചത്. പുലർച്ചെ 5:30 സംഭവം. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന ഷൈനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇരുവരും നായാട്ടിന് പോയത് എന്നാണ് സംശയം. സുമേഷ് മൊറാഴ ചേരുന്നുണ്ട്. സുമേഷ്, എവിടെ വെച്ചാണ് ഇയാൾ മരണപ്പെട്ടത്? അതായത് നായാട്ടിന് പോയി എന്നതാണല്ലോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എവിടെയായിരുന്നു ഇവർ പോയത്? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളോറയിലാണ് ഈ സംഭവം നടന്നത്. ഈ എടക്കൊത്തെ നെല്ലിക്കുഴിയിൽ 30 വയസ്സുള്ള സിജോ ആണ് വെടിയേറ്റ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 സംഭവം. ഇയാൾ കൂടിയുണ്ടായിരുന്ന ഷൈൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുമാണ്. ഈ പോലീസിനോട് ഈ ഷൈൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. പിന്നെ ഇന്ന് രാവിലെ ഈ സാധാരണ ഇവർ നായാട്ടിന് പോകാറുണ്ട്. അതുപോലെ തന്നെ ഇന്നും നായാട്ടിന് പോയതായിരുന്നു. ഈ ഷൈന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റതാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഏതായാലും പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരം കണ്ണൂരിലുള്ള പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഏതായാലും ഇതില് അസ്വാഭാവികതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച്. അവിടെ സുമേഷ്, അസ്വാഭാവികത സ്വാഭാവികമായി നമുക്ക് തോന്നുന്നുണ്ടല്ലോ. കാരണം അത് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവർ ചെയ്തത് കുറ്റകരമായ കാര്യമാണ്. ഇവർ നായാട്ടിന് പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ നായാട്ടിന് പോവുക എന്നതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. തോക്കുമായി നായാട്ടിന് പോകാനുള്ള അനുവാദമൊന്നും നിയമപരമായി അവർക്കില്ല. മറ്റൊന്ന്, സാധാരണ നായാട്ടിന് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഗൺ എന്നത് അങ്ങനെ ഷാർപ്പ് ഷൂട്ടിംഗ് അല്ല എങ്കിൽ മരണപ്പെടുന്ന സാഹചര്യം വളരെ അപൂർവമാണല്ലോ. അപ്പോൾ ഇത് വെടിയേറ്റത് എവിടെയാണ്? അത്തരം കാര്യങ്ങളിലും വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇദ്ദേഹത്തിന് നെഞ്ചത്താണ് വെടിയേറ്റതാണെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചതിന് വരികയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു അസ്വാഭാവികത ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. ഇദ്ദേഹം ഷൈൻ പറയുന്നത് പോലെ ആണെങ്കിൽ പോലും ഇവർ നേർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരമൊരു ഷാർപ്പ് ഷൂട്ടിംഗ് നടക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലൊരു സംശയിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇപ്പം നടത്തേണ്ടതുണ്ട്. ഏതായാലും അത്തരം ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. അഭിലാഷ്, യെസ്, എന്തായാലും പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ വിവരങ്ങളാണ് സുമേഷ് മൊറാഴ പങ്കുവച്ചത്. വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിച്ചത് എന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അബദ്ധത്തിൽ ഒപ്പമുണ്ടായിരുന്ന ആളിൽ നിന്ന് വെടി ഉതിർത്തതാണ് അല്ലെങ്കിൽ വെടി പൊട്ടിയത് ആണ് എന്നാണ്. പക്ഷേ അതൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പോലീസ് തയ്യാറാകുമെന്ന് കരുതാനാകില്ല. വാർത്തയുടെ വിശദാംശങ്ങളാണ് സുമേഷ് മൊറാഴ നൽകിയത്.